ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവരെയും ഈ അനുഗ്രഹീത ദിവസത്തിലേക്ക്, കർത്താവിൻ്റെ ഈ ദിവസത്തിലേക്ക്, ഞായറാഴ്ച ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പള്ളിക്കൂദാശ കാലം ആരംഭിക്കുന്നു ഇന്നു മുതൽ. സഭയെ മഹത്വീകൃതയായി ദൈവത്തിന് സമർപ്പിക്കുന്ന ആ കാര്യം ഓർമ്മിപ്പിക്കുന്ന, പള്ളിയെ കൂദാശ ചെയ്യുന്ന എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള പള്ളിക്കൂദാശ കാലത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനാ കർമ്മ മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാലമാണിത്. ഇത് നമ്മുടെ ആത്മീയ വളർച്ച നമ്മൾ എത്രമാത്രം എത്തിയെന്ന് നമ്മളെ തന്നെ കാണുകയും സ്വയം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണിത്. 4 ആഴ്ചകളാണുള്ളത്. ഒപ്പം ആഗോള സഭയിൽ സകല മരിച്ചവരെയും ഓർമ്മിക്കുന്ന ദിവസവും ഇന്നാണ്. നമ്മുടെ സീറോ മലബാർ സഭയിൽ പ്രത്യേകമായി മറ്റൊരു ദിവസം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ആഗോള സഭയിൽ സകല മരിച്ചവരെയും ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ആരാധനകർമ്മ മത്സരത്തിൻ്റെ ഈ അവസാനത്തെ കാലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ശിഷ്യത്വ വളർച്ച, ഈശോയുടെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിച്ചും ആത്മീയ ജീവിതത്തിലും വളർന്നും വന്നത് എവിടം വരെ എത്തിയെന്ന് ഒരു ഹിതപരിശോധന, ആത്മശോധന നടത്തുന്ന സമയമാണിത്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സുവിശേഷം വായിക്കുന്നത്. മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് ചെന്നപ്പോൾ താൻ ആരാണെന്ന് ആളുകൾ പറയുന്നതും പിന്നീട് ശിഷ്യർ പറയുന്നതും ഒക്കെ ചോദിക്കുമ്പോൾ, ശിഷ്യരുടെ ആ ഒരവസരം വരുമ്പോൾ പത്രോസ് അവർക്ക് വേണ്ടി കൃത്യമായൊരു ഉത്തരം പറഞ്ഞ് ഈശോയെ സന്തോഷിപ്പിച്ച് ഈശോ പത്രോസിനോട് അതിൻ്റെ മറുപടിയൊക്കെ പറയുന്ന തിരുവചന ഭാഗമാണിത്. കൂടെ നടന്നിട്ടും ഈശോയെ യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്നവരാണോ നമ്മൾ? ഇത്രയും കാലം സഞ്ചരിച്ചിട്ടും ഈശോയെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായോ എന്ന് ഈ ഒരു ആത്മീയ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആത്മശോധന ചെയ്യാൻ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. 3 ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഒരുപക്ഷെ അവർക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കാം. അവരതുകൊണ്ട് പറയുന്നു, ചിലർ സ്നാപയോഹന്നാനാണ്, ചിലർ പ്രവാചകനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏലിയ ആണെന്ന് പറയുന്നു. ഒരു കൺഫ്യൂഷനാണ്. ആരാണെന്ന് കൃത്യമായി ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. ശിഷ്യന്മാർക്കും ആളുകൾക്കുമൊക്കെ ഈശോ ആരാണെന്ന് ഒരു കൺഫ്യൂഷനാണ്. എന്നാൽ ഈശോ വീണ്ടും ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ നടന്നവരാണ്, ഞാൻ ചെയ്തവർ കണ്ടതാണ്, ചെയ്ത കാര്യങ്ങൾ കണ്ടവരാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതാണ്, എൻ്റെ കൂടെ വസിച്ചവരാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഈശോ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ഉത്തരം പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ബാക്കി ആളുകൾക്കും കുറച്ച് ശിഷ്യന്മാർക്കും ഒക്കെ ഈശോ ആരാണെന്നൊരു ഉറപ്പില്ലാത്ത ഒരു കാര്യം, ഒരു കൺഫ്യൂഷനാണെങ്കിൽ, പത്രോസിന് അതൊരു കൺഫ്യൂഷനല്ല, മറിച്ചൊരു കൺഫെഷനായിരുന്നു, ഒരു ഏറ്റുപറച്ചിലായിരുന്നു. പത്രോസിൻ്റെ വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. നമുക്കും ഈശോയെ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണോ? പല ദൈവങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരു ദൈവം മാത്രമാണോ ഈശോ? അതെയോ നമുക്ക് ഈശോയെ മാത്രം ദൈവമായി കണ്ട് ഏറ്റു പറയാനുള്ള ഒരു കൺഫെഷൻ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈശോ നമ്മെ എത്രമാത്രം വിലമതിക്കുന്നു, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിലാക്കലുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന ഒരു കാര്യവും നമ്മളിവിടെ ശ്രദ്ധിക്കുന്നു. ഈശോ അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു? ഇപ്പോൾ ഈശോയുടെ കൂടെ നടക്കുന്നവരും ഈശോയെ സ്നേഹിക്കുന്നവരും നമ്മളാണ്, ശിഷ്യരുടെ സ്ഥാനത്ത്. അതുകൊണ്ട് നമ്മളെങ്ങനെ ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് അറിയാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്നത് പോലെ എന്നെക്കുറിച്ച് ഞാൻ എഴുതി വെച്ചതിൻ്റെ റിസൾട്ട് എന്താണ്? ഈശോ അതേ മനസ്സോടുകൂടിയാണ് ഞാൻ ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്നാണ് ഈ ശിഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്. പത്രോസിന് അതിൽ 100-ൽ 100 മാർക്കും കിട്ടുകയാണ്. കാരണം പത്രോസ് ഏറ്റവും പെർഫെക്റ്റ് ആൻസർ ഈശോയുടെ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോയെ ഏറ്റവും സന്തോഷിപ്പിച്ച ഉത്തരമാണിത്. ഈശോ ഏറ്റവും മനസ്സ് നിറഞ്ഞ് പറയുന്ന ഒരു സന്ദർഭമായി ഈശോയുടെ മറുപടി നമ്മളിവിടെ കാണുകയാണ്. ഈശോയെ ഏറ്റവും വലുതായി അംഗീകരിക്കുന്നതും ഏറ്റുപറയുന്നതുമാണ് ഈശോയെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. പത്രോസ് അത് ഏറ്റു പറഞ്ഞപ്പോൾ ഈശോ എന്തെന്നില്ലാത്ത വലിയ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങൾ പത്രോസിന് കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളിൽ നിന്നും ഈശോ പ്രധാനമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ഈശോയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് അംഗീകരിച്ച് പറയുന്ന ഒരു കാര്യമാണ്.
ദൈവമായി, യഥാർത്ഥ ദൈവമായി, ക്രിസ്തുവായി, രക്ഷകനായി നമുക്ക് ഓരോ ദിവസവും ഓരോ അവസരങ്ങളിലും ഈശോയെ അംഗീകരിച്ച് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അത് ഈശോയെ പറയുന്നത്, ഈശോയെ അംഗീകരിച്ച് പറയുന്നത് നമ്മളിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ പറയുന്നതിൽ, അംഗീകരിക്കുന്നതിൽ പുറകോട്ടാണ്. നമുക്ക് ഉള്ള കാര്യങ്ങൾ ആവശ്യങ്ങളായി, പ്രാർത്ഥനകളായി ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് ദൈവമായി അംഗീകരിച്ച് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു മനസ്സും ഒരു ചിന്തയും നമുക്കുണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈശോയെ പറയുന്നവർക്ക് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ സൗഭാഗ്യവും ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. പത്രോസിൽ നമ്മൾ കാണുന്ന അതാണ്. ഈശോയെ പറഞ്ഞ ഉടനെ നീ ഭാഗ്യവാൻ, ഈ ഭൂമിയുടെ രീതിയിൽ നിനക്ക് എല്ലാ തരത്തിലും നീ ഭാഗ്യവാനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു, ഇവിടെ അഴിക്കുന്നത് അവിടെയും അഴിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ചെയ്യേണ്ട ജോലി അതുപോലും നിനക്ക് ദൈവമാണത് ഇവിടെ ഭൂമിയിലോ സ്വർഗത്തിലോ ഒക്കെ കെട്ടുന്നതും അഴിക്കുന്നതും. അത് പത്രോസിന് പോലും കൊടുക്കാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനിലേക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് ഈശോയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ഏറ്റുപറച്ചിലാണ്. നമ്മളും ഈശോയെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും പറയുമ്പോൾ നമുക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങൾ ദൈവം തരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈശോയെ വേണ്ട രീതിയിൽ ജീവിതത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ? അതെയോ നമ്മളിപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണോ? നമ്മുടെ എല്ലാ കൺഫ്യൂഷനുകളും മാറ്റി ഈശോയെ ദൈവമായി, രക്ഷകനായി അംഗീകരിച്ച് പറയുന്ന കൺഫഷൻ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ പത്രോസിനെ പോലെ നടത്താൻ സാധിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.